നമസ്കാരം. ഓ ശ്രീമദ് വാൽമീകി രാമായണം ധ്യാന ശ്ലോകങ്ങൾ. പൂജനം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ. പഞ്ചസപ്തതിതമസർഗയിലെ, അതായത് 75-ാം സർഗത്തിലെ 1 തുടങ്ങി 12 വരെയുള്ള ശ്ലോകങ്ങൾ നാം ചിന്തിച്ചിരുന്നു. ഇന്ന് 13 തുടങ്ങി 26 വരെയുള്ള ശ്ലോകങ്ങൾ ചൊല്ലാം. ശ്രീമദ് വാൽമീകി രാമായണം അയോധ്യാകാന്ഡം സർഗം 75-ലെ 13 തുടങ്ങി 26 വരെയുള്ള ശ്ലോകങ്ങൾ. ക്ഷിപ്രം മാമപി കൈകേയി പ്രസ്താപയിതുമർഹതി ഹിരണ്യനാഭോ യത്രാസ്തേ സുതോ മേ സുമഹായശാഃ. അഥവാ സ്വയമേവാഹം സുമിത്രാനുചരാ സുഖം അഗ്നിഹോത്രം പുരസ്കൃത്യ പ്രസ്ഥാസ്യേ യത്ര രാഘവഃ. കാമം വാ സ്വായമേവാദ്യ തത്ര മാം നേതുമർഹസി യത്രാസൗ പുരുഷവ്യാഘ്ര സ്തപ്യതേ മേ സുതസ്തപഃ. ഇദം ഹി തവ വിസ്തീർണം ധനധാന്യസമാചിതം ഹസ്തൈശ്വരഥസമ്പൂർണം രാജ്യം നിർയാതിതം തഥാ. ഇത്യാദി ബഹുഭിർവാക്യൈ ക്രൂരൈ സംഭർസിതോ അനഘഃ വിവ്യധേ ഭരതോദീവ പ്രണേതുദ്യേവ സൂചിനാം. പവാദചരണൗ തസ്യാസ്തദാ സംഭ്രാന്തചേതനഃ വിലപ്യ ബഹുധാ സംജ്ഞോ ലബ്ധസംജ്ഞസ്തദാഭവത്. ഏവം വിലപമാനാം താം പ്രാഞ്ജലിർഭരതസ്തദാ കൗസല്യാം പ്രത്യുവാചേദം ശോഹൈർബഹുഭിരാവൃതാം. ആരേ കസ്മാദജാനന്ദം ഗർഹസേ മാമകൽമഷം വിപുലാം ച മേ പ്രീതിം സ്ഥിതാം ജാനാസി രാഘവേ. കൃതശാസ്ത്രാനുഗാ ബുദ്ധിർ മാ ഭൂത്തസ്യ കദാചനഃ സത്യസന്ധസദാം ശ്രേഷ്ഠോ യസ്യാരോ വനുമതേ ഗതഃ. പ്രൈഷ്യം പ്രാപ്യസാം യാതു സൂര്യം ച പ്രതിമേഹതു ഹന്തു പാദേന ഗാസുപ്ത യസ്യാര്യാ അനുമതേ ഗതഃ. കാരയിത്വാ മഹത്കർമ്മ ഭർത്താ ഭൃത്യമനർത്ഥകം അധർമ്മോ യോസ്യ സോസ്യാസ്തു യസ്യാരോ അനുമതേ ഗതഃ. പരിപാലയമാനസ്യ രാജ്ഞോ ഭൂതാനി പുത്രവത് തതസ്തു ഗുഹ്യതാം പാപം യസ്യാര്യോനുമതേ ഗതഃ.
ബലിഷഡ്ഭാഗമുദ്ധൃത്യ നൃപസ്യ രക്ഷിതു പ്രജാഃ അധർമ്മോ യോസ്യ സോസ്യാസ്തു യസ്യാരോ അനുമതേ ഗതഃ സംസൃത്യ ച തപസ്വിഭ്യഃ സത്രേവൈ യജ്ഞദക്ഷിണാം താം ചാപലപതാം പാപം യസ്യാരോനുമതേ ഗതഃ. നൂടാ ശ്ലോകം ചൊല്ലാം. സംസൃത്യ ച തപസ്വിഭ്യഃ സത്രേവൈ യജ്ഞദക്ഷിണാം താം ചാപലപതാം പാപം യസ്യാരോനുമതേ ഗതഃ. 13 തുടങ്ങി 26 വരെയുള്ള ശ്ലോകങ്ങളാണ് ചൊല്ലിയത്. ഇനി ഓരോ ശ്ലോകവും ചൊല്ലി ഏകദേശമായ അർത്ഥം എന്താണെന്ന് നോക്കാം. ശ്ലോകം 13. ക്ഷിപ്രം മാമപി കൈകേയീ പ്രസ്താപയിതുമർഹസി കിരണ്യനാഭോ യത്രാസ്തേ സുതോ മേ സുമഹായശാഃ. ശ്ലോകം 13-ന്റെ അർത്ഥം: കൈകേയി എന്നെ കൂടി വേഗത്തിൽ ഹിരണ്യനാഭനും മഹായശസ്വിയുമായ എൻ്റെ മകൻ എവിടെയോ അവിടേക്ക് അയച്ചാൽ കൊള്ളാം. കൗസല്യയ്ക്കറിയാം ഭരതൻ നിഷ്കളങ്കനാണ് എന്ന്. എന്നാലും കൈകേയിയുടെ ഈ മഹാപാപപ്രവൃത്തി കൊണ്ട് ഇപ്പോൾ വളരെ ദുഃഖിതനായിരിക്കുന്ന ഭരതനോട് കൈകേയി ചെയ്യ പാപത്തെപ്പറ്റി കൗസല്യ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് പുത്രനായ ഭരതനെ. വളരെ നിഷ്കളങ്കനും സ്നേഹമുള്ളവനുമാണ് ഭരതൻ എന്ന് കൗസല്യയ്ക്ക് അറിയാം. ശ്ലോകം 14. അഥവാ സ്വയമേവാഹം സുമിത്രാനുചരാ സുഖം അഗ്നിഹോത്രം പുരസ്കൃത്യ പ്രസ്ഥാസ്യേ യത്ര രാഘവഃ. ശ്ലോകം 14-ന്റെ അർത്ഥം: അഥവാ ഞാൻ തന്നെ സുമിത്രയോടുകൂടി അഗ്നിഹോത്രവും എടുപ്പിച്ചുകൊണ്ട് രാഘവനുള്ളിടത്തേക്ക് പോയിക്കൊള്ളാം. ശ്ലോകം 15. കാമം വാ സ്വായമേവദ്യ തത്ര മാം നേതുമർഹസി യത്രാസൗ പുരുഷവ്യാഘ്രസ്തപ്യതേ മേ സുതസ്തപഃ. ശ്ലോകം 15-ന്റെ അർത്ഥം: അല്ലെങ്കിൽ പുരുഷശ്രേഷ്ഠനായ രാമൻ തപസ് ചെയ്യുന്ന സ്ഥലത്തേക്ക് നീ തന്നെ കൊണ്ടാക്കിത്തരൂ. ശ്ലോകം 16. ഇദം ഹിത തവ വിസ്തീർണം ധനധാന്യസമാചിതം ഹസ്ത്യശ്വരഥ സമ്പൂർണം രാജ്യം നിർയാതിതം തഥാ. ശ്ലോകം 16-ന്റെ അർത്ഥം: അല്ലെങ്കിൽ ശ്ലോകം 16-ന്റെ അർത്ഥം: ധനധാന്യസമൃദ്ധവും വിസ്തൃതവും ആനാത്തേർ കുതിരകൾ നിറഞ്ഞതുമായ രാജ്യം നിനക്കായിപ്പോൾ നൽകപ്പെട്ടിരിക്കുന്നു. ശ്ലോകം 17. ഇത്യാദി ബഹുഭിർവാക്യൈ ക്രൂരൈ സംഭത്സിതോ അനഘഃ വിവ്യധേ ഭരതോ ദീവ പ്രണേതു ദേവസൂചിനാ. 17-ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം: ഇപ്രകാരം ക്രൂരവചനങ്ങൾ ഒട്ടേറെ പറഞ്ഞ് ഫൽസിതനായ ഭരതൻ പുണ്ണിൽ സൂചി കുത്തിയാലെന്ന പോലെ അത്യന്തം ദുഃഖിതനായി തീർന്നു. ശ്ലോകം 18. പപാതചരണൗ തസ്യാസ്തദാ സംഭ്രാന്തചേതനഃ വിലപ്യ ബഹുധാ സംജ്ഞോ ലബ്ധസ്വപ്നസ്തദാഭവത്. അപ്പോൾ ചേതസ് സംഭ്രാന്തി പൂണ്ടവനായ നിലയിൽ വിലപിച്ച് പ്രജ്ഞയറ്റവനായി ഭരതൻ അവളുടെ കാൽക്കൽ വീണു. പിന്നെ ബോധം വീണ്ടെടുത്ത് എഴുന്നേറ്റു. ശ്ലോകം 19. ഏവം വിലപമാനാം താം പ്രാഞ്ജലിർഭരതസ്തദാ കൗസല്യാം പ്രത്യുവാചേദം ശോകൈർബഹുഭിരാവൃതാം.
19ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം. പല വിധത്തിൽ വിലപിക്കുന്ന കൗസല്യയോട് ശോകനിമഗ്നനായി കൈകൂപ്പിക്കൊണ്ട് ഭരതൻ മറുപടി പറഞ്ഞു. ശ്ലോകം 20. ആര്യേ കസ്മാദജാനന്തം ഗർഹസേ മാമകൽമഷം വിപുലാം ച മമ പ്രീതിം സ്ഥിതാം ജാനാസി രാഘവേ. ശ്ലോകം 20ൻ്റെ അർത്ഥം. ആര്യേ, തെറ്റൊന്നും ചെയ്തിട്ടില്ലാത്ത ഒന്നും അറിയാത്ത എന്നെ എന്തിനിങ്ങനെ പഴിക്കുന്നു? ശ്രീരാമനിൽ എനിക്കുള്ള അളവറ്റ സ്നേഹം ഭവതിക്കറിയാമല്ലോ. ശ്ലോകം 21. കൃതശാസ്ത്രാനുഗാ ബുദ്ധിർ മാ ഭൂത്തസ്യ കദാചന സത്യസന്ധസദാം ശ്രേഷ്ഠോ യസ്യാര്യോനുമതേ ഗതഃ. ശ്ലോകം 21ൻ്റെ അർത്ഥം. സത്യസന്ധനും സത്തുക്കളിൽ ശ്രേഷ്ഠനുമായ ആര്യൻ ആരുടെ ഇഷ്ടപ്രകാരം പോയോ അയാളുടെ ബുദ്ധി ശാസ്ത്രത്തിൻ്റെ ശിക്ഷിതമായ വഴിക്ക് ഒരിക്കലും ആകാതിരിക്കട്ടെ, ധർമാനുസാരി ആകാതിരിക്കട്ടെ. ശ്ലോകം 22. പ്രൈഷ്യം പാപീയസാം യാതു സൂര്യം ച പ്രതിമേഹതു ഹന്തു പാദേനഗാ സുപ്ത യസ്യാര്യോനുമതേ ഗതഃ. ശ്ലോകം 22ൻ്റെ അർത്ഥം. ആരുടെ ഇഷ്ടത്തിനനുസരിച്ച് ആര്യൻ പോയോ അവൻ പാപിക്കടിമയാകട്ടെ. സൂര്യന് നേരെ മൂത്രമൊഴിക്കുന്നവൻ്റെ പാപം അയാൾ പേറട്ടെ. ഉറങ്ങുന്ന പശുവിനെ ചവിട്ടിയ പാപം വഹിക്കട്ടെ. ആരാണോ ശ്രീരാമനെ കാട്ടിലേക്ക് അയച്ചത് ആ ആളിന് ഇതൊക്കെ സംഭവിക്കട്ടെ എന്ന് ശപിക്കുകയാണ്. ശ്ലോകം 23. കാരയിത്വാ മഹത്കർമ്മ ഭർത്താ ഭൃത്യമനർത്ഥകം അധർമ്മോ യോസ്യ സോസ്യാസ്തു യസ്യാര്യോനുമതേ ഗതഃ. ആരുടെ ഇച്ഛ അനുസരിച്ചാണോ ആര്യൻ പോയത് അവൻ പ്രജകളെ മക്കളെപ്പോലെ കരുതി പരിപാലനം ചെയ്യുന്ന രാജാവിനെ ദ്രോഹിക്കുന്നവർക്കുള്ള പാപം പേറട്ടെ. ശ്ലോകം 25. ബലിഷഡ്ഭാഗമുദ്ധൃത്യ നൃപസ്യ രക്ഷിതു പ്രജാഃ അധർമ്മോ യോസ്യ സോസ്യാസ്തു യസ്യാരോവനുമതേ ഗതഃ. ശ്ലോകം 25ൻ്റെ അർത്ഥം. ആരുടെ ഇഷ്ടമനുസരിച്ചാണോ ആര്യൻ പോയത് അയാൾ 1/6 ഭാഗം കരം പിരിച്ചതിന് ശേഷം പ്രജകളെ രക്ഷിക്കാത്ത രാജാവിനുള്ള പാപം പേറട്ടെ. ശ്ലോകം 26. സംസൃത്യ ച തപസ്വിഭ്യഃ സത്രേ വൈ യജ്ഞദക്ഷിണാം താം ചാപലപതാം പാപം യസ്യാര്യോനുമതേ ഗതഃ. ശ്ലോകം 26ൻ്റെ അർത്ഥം. സത്രത്തിൽ തപസ്സുകൾക്ക് യജ്ഞദക്ഷിണ പറഞ്ഞു വെച്ചിട്ട് അതിനെ അപലപിക്കുന്നവർക്കുള്ള പാപം ആര്യൻ ആരുടെ അനുമതിപ്രകാരം പോയോ അവൻ വഹിക്കട്ടെ. ഇങ്ങനെ ശപിക്കുന്നതൊരിക്കലും പുല്ലിംഗത്തിലാണ് ഭരതൻ പറയുന്നതെങ്കിലും ഒരിക്കലും ദശരഥനെ ആയിരിക്കേയില്ല ശപിക്കുന്നത്, സ്വന്തം അമ്മയെ തന്നെ ആയിരിക്കാമെന്ന് നമുക്ക് അനുമാനിക്കാം. പിന്നെയും ശാപവശസ്സുകൾ ചൊരിയുന്നുണ്ട് ഭരതൻ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.